ഓൾറെഡി ഓടി 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 പോലെ സാറ് ആ പ്രൂഫ് ഒന്ന് കാണിച്ചാ സാറെ വേഗം വാച്ചിങ് കൂടി മോശം വേഗം വാച്ചിങ് കൂടിച്ചാ ഫേസ് വാല്യൂ വേണ്ടേ എന്താ ഈ ആൾക്ക് ഫേമസ് ഒന്നാണ് എന്താണ് ഇത് അവസ്ഥ ഇതെന്തിനാ നടക്കുന്നത് ഇപ്പൊ പോയി ലൈവോടെ. യെസ്, MRC ഗ്യാങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ ഗുണ്ടാ ഗ്യാങ് ആണോ? അതായത് ഇവർ ചെയ്ത തെറ്റ് എന്താണെന്ന് ഇവർക്കറിയോ? അതായത് ഒരു ഇതില്ലാത്ത രീതിയിൽ ഭയങ്കര ഗുണ്ടായിസം കാണിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. അതായത് എന്താ ഉദ്ദേശിക്കുന്നത് ഇവർ? അതായത് ഈ മമ്മു എന്ന് പറഞ്ഞ ചെക്കൻ ആദ്യമായിട്ടല്ല ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതായത് ഈ ചെറുക്കനല്ല പ്രശ്നം ഉണ്ടാക്കി, വേറൊരു ചെറുക്കനാണ്. ഞാൻ അത് കാര്യത്തിലോട്ട് നമ്മൾ കിടക്കുന്നുണ്ട്. ഈ മമ്മു എന്ന് പറഞ്ഞ ചെറുക്കൻ ആദ്യമായിട്ടല്ല ഇതേപോലത്തെ വള്ളിക്കെട്ട് കേസിൽ പെടുന്നത്. അതായത് ആദ്യം ഇവനൊരു ക്യാബിൻ ക്രൂവിൻ്റെ കേസിൽ ഇതേപോലത്തെ ഭയങ്കര ഒരു ഇഷ്യൂ പെട്ടിട്ടുണ്ടായിരുന്നു, എയറിലായിരുന്നു കുറേ നാൾ. പിന്നെ ഇവൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അന്നത്തെ പെങ്കൊച്ചുങ്ങളുടെ കുളിമുറിയിൽ എത്തി നോക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് ഭയങ്കര ഒരു ക്യാരക്ടർ ഇല്ലാത്തൊരു സ്വഭാവമാണ് ഈ മമ്മു എന്ന് പറഞ്ഞ ചെറുക്കൻ. പഠിപ്പില്ല, ഈ ചെറുക്കന് തീരെ പഠിപ്പില്ല. അതിൻ്റെ ഒരു വിവരമില്ലായ്മ ഈ ചെറുക്കൻ കാണിക്കുന്നുണ്ട്. ബാക്കി വീഡിയോയിൽ കിടക്കാം, അതിന് ശേഷം ബാക്കി പറയാം. ഞാൻ പറയാം നിങ്ങൾ ഞങ്ങൾക്കറിയാം, നിങ്ങൾ അവിടുന്ന് ടിക്കറ്റ് കിട്ടാഞ്ഞിട്ട് ടിക്കറ്റ് എടുത്തിട്ട് AC കയറി എന്നിട്ട് നിങ്ങൾ എന്താ നമ്മൾ സാറേ ഇങ്ങോട്ടേക്ക് വന്നത്, അതായത് സ്വാഭാവികം വണ്ടി എടുത്തല്ലോ. അപ്പൊ അവിടെ ജനറൽ ടിക്കറ്റ് കിട്ടാഞ്ഞിട്ട് ടിക്കറ്റ് കിട്ടാഞ്ഞിട്ട് മറ്റേ AC കയറിയതെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും അതെ എന്ന് പറയുന്നുണ്ട്. അതായത് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു റൂളുണ്ട്, അത് നമ്മളൊരു ജനറൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ജനറൽ ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് AC കമ്പാർട്ട്മെൻറ്റ് എടുത്ത് TTR പിടിച്ച് കഴിഞ്ഞാൽ നല്ല തെറി കേൾക്കും. അത് ഇവരോടുള്ള മാത്രമല്ല, അത് ആര് കയറിയാലും, അത് AC കമ്പാർട്ട്മെൻറ്റിൽ ജനറൽ, അതായത് അതേപോലത്തെ ആൾക്കാർ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുന്നത്. ഇവർ ശരിക്കും പറഞ്ഞാൽ ടിക്കറ്റ് സ്ലീപ്പറിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാനെന്ന് ഇവർ കുറച്ച് കഴിയുമ്പോൾ പറയുന്നുണ്ട്, സ്ലീപ്പറിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാനെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ടിക്കറ്റ് കിട്ടിയില്ലെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ കാര്യം പറ്റും, നമ്മുടെ TTR എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ട്രെയിനിലെ TTR എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയുടെ റൂളിന് പ്രകാരം, അതായത് നമ്മളൊരു ടിക്കറ്റ് എടുത്തു, ആ സാധനം കിട്ടിയില്ല, TTRനോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോർമലി അപ്ഗ്രേഡ് ചെയ്ത് തരും. അത് സീറ്റ് ഉണ്ടെങ്കിൽ അവർ അപ്ഗ്രേഡ് ചെയ്ത് തരും. അത് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് നടക്കുന്ന കാര്യമൊന്നുമില്ല. അത് പക്ഷേ TTRൻ്റെ ഒരു പരിധിയിലുള്ള സാധനമാണ്. പുള്ളിക്കാരൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. ആ പുള്ളിക്കാരൻ്റെ അത് ഇതൊരുമാതിരി ഗുണ്ടായിസം ചോദിക്കുന്ന പോലെ ചോദിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ജനറൽ ടിക്കറ്റ് ആയിട്ട് ഇപ്പൊ ഇവിടെ സ്ലീപ്പറിൽ നിൽക്കുന്നത്, നിങ്ങൾ വീഡിയോ എടുക്കണോ വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ കാര്യം അറിയണോ വേണ്ട? നിങ്ങൾക്ക് ആ പോലീസുകാരൻ പറയുന്നൊരു പോയിന്റ് ഉണ്ട്. ഈ പോലീസുകാരും ബാക്കിയുള്ളവർ ആ കൂട്ടത്തിൽ വന്ന കുറച്ച് ബാഗൊക്കെ ആയിട്ട് തൂക്കുന്ന പറഞ്ഞ പോലീസാണ്, അവരെല്ലാം മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ മൊത്തം കാണുമ്പോൾ നിങ്ങൾ പറയും ആറ് ഭാഗത്ത് തെറ്റെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. അതായത് അവർ ഈ പോലീസുകാരും ബാക്കിയുള്ളവരൊക്കെ നല്ല മെച്ചുവേർഡായിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. അതായത് ബാക്കിയുള്ളവരാണെങ്കിലും ഇത് കുറേ പേര് ഇതിൻ്റെ അകത്ത് കയറി വരുന്നുണ്ട്. അത് ഈ മമ്മു നോക്കുന്നത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ലൈവ് ഓൺ ആക്കിയപ്പോഴത്തേക്കും ഇവന് കുറേ കാര്യങ്ങൾ അങ്ങ് പറയുന്നുണ്ട്. ഇവൻ ചെയ്യുന്നത് വലിയ ഇതാണ്. അതായത് ഇവന് മനസ്സിലായി, ഈ ചെറുക്കന് ഇതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലായി. അതായത് ഇപ്പോൾ നിലവിൽ ഓൾറെഡി ഒരു കേസുണ്ട്, ഈ മറ്റേ റെയിൽവേക്കാർ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥ, അതായത് ഗവൺമെൻറ്റിൽ റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും കൈവച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു കേസാണ്. അത് നമ്മുടെ KSRTC ജീവനക്കാർ ഡ്രൈവറിനെ കൈവച്ച് കഴിഞ്ഞാൽ അതും വലിയൊരു കേസാണ്. അത് ഗവൺമെൻറ് റിലേറ്റഡ് എംപ്ലോയീസ് ആയതുകൊണ്ട് അത് ഈ മണ്ടന്മാർക്ക് അറിയത്തില്ല. ടിക്കറ്റ് ഇല്ലെങ്കിൽ ഫൈൻ അടിക്കാൻ ബാധ്യത ഉണ്ടോ? ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് സ്ലീപ്പർ യാത്രയാണല്ലോ ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ടിക്കറ്റ് ഇല്ല. അത് നമ്മുടെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ എന്ത് ന്യായമുള്ളത്? അതായത് ഇവർക്ക് ടിക്കറ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഇവർ പറയുന്നതിൽ ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഈ ഷോ കാണിക്കുന്നതിൻ്റെ കാര്യം ഉണ്ടാവും. അതായത് ഞാൻ സ്ലീപ്പർ കോച്ചിൽ എൻ്റെ ടിക്കറ്റ്, ഞാൻ സ്ലീപ്പറിൽ എൻ്റെ ടിക്കറ്റാണ്. ആ ടിക്കറ്റ് ഇരിക്കുന്ന സമയത്ത് ഇവരെന്നെ വന്ന് ഇറക്കി വിടുകയാണെങ്കിൽ ഈ ഷോ ഓഫ് കാണിക്കുന്നതിൻ്റെ അർത്ഥമുണ്ട്. അതായത് ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് വേറെ കമ്പാർട്ട്മെൻറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ TTR പിടിച്ചാൽ ചോദ്യം ചെയ്യും. ചിലപ്പോൾ അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ AC കമ്പാർട്ട്മെൻറ്റിൽ ആദ്യം കയറുന്നത്. ഇവർ മറ്റേ പോലീസിൽ നിങ്ങൾ AC കമ്പാർട്ട്മെൻറ്റിലല്ലേ കയറുന്നത്. AC കമ്പാർട്ട്മെൻറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ തെറിയുടെ പൂരമായിരിക്കും. എന്ന് വെച്ചാൽ ജനറലി എന്ന് പറയുന്നത് നോർമലി മിക്കവരും നമുക്കറിയില്ല ട്രെയിനിലെ കാര്യം, ഞാൻ ഇവരെക്കുറിച്ചല്ല പറയുന്നത്. നോർമലി മിക്ക ലോക്കൽസ് ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഇവർ വന്നിട്ട് നേരെ AC കയറി അവിടെയുള്ള ബാക്കിയുള്ള കസ്റ്റമേഴ്സിനൊക്കെ ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കും. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് TTR എപ്പോഴും AC തന്നെ നിൽക്കുന്നത്. അപ്പം പിടിച്ചാൽ ഇവർ AC നിന്നാണ് പൊക്കിയെന്ന് പറഞ്ഞു. അതായത് ഇവർ മറ്റേ പോലീസിൽ നിങ്ങൾ AC നിന്നല്ലേ പൊക്കി, കമ്പാർട്ട്മെൻറ്റിൽ നിന്നല്ലേ പൊക്കിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആന്ന് പറയുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ജനാധിപത്യ രാജ്യമാണ് സുഹൃത്തുക്കളെ. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലും റെസ്പെക്റ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായില്ല കേരള പോലീസിനോട്. എന്താ സംബന്ധിച്ചാൽ ആദ്യം TTR മാത്രം നമ്മൾ അപമര്യാദ. ഇതിൽ കേരള പോലീസ് എന്ത് തെറ്റാ ചെയ്തത് അതൊന്ന് പറയാമോ? അത് ടിക്കറ്റ് ഇല്ലാണ്ട് നിങ്ങൾ വേറൊരു കമ്പാർട്ട്മെൻറ്റിൽ കയറി, അത് തെറ്റാണ്. അത് TTR ഇപ്പോൾ ചോദിക്കുക, TTR ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്ത് തരികയാണെങ്കിൽ ഓക്കെ പറ്റില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് പോവുക. വേറെ ചോദ്യമോ പറച്ചിലോ ഒന്നുമില്ല. ആ TTRൻ്റെ കൺട്രോളിലുള്ള സ്ഥലം ഇതാണ്.
പറഞ്ഞില്ലേ സാറ് സാറ് ഇതിനിടയിൽ കൂടി പോയിട്ട് നിങ്ങൾക്ക് ജനറൽ കമ്പാർട്ട്മെന്റിൽ പോകാനുള്ള വഴി ടിടിആറെ കണ്ട് കാര്യം പറഞ്ഞു, സാറേ നമുക്ക് കൺവേർട്ട് ആക്കാൻ പറ്റുമെന്ന് വെച്ചു. അപ്പൊ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ആദ്യം പറഞ്ഞു, എടാ നിങ്ങളുടെ നേരത്തെ ഈ കൂടി പോയി ആ തീർച്ച പിള്ളേർ നിങ്ങളോട് കയറണ്ടെന്ന് പറഞ്ഞതല്ലേ. അങ്ങനെ പറഞ്ഞതിന്റെ ശേഷം അവസാനം പോയിട്ട് അതായത് ഇപ്പോൾ അവർ നിൽക്കുന്ന സ്ലീപ്പർ കമ്പാർട്ട്മെന്റിൽ ഇത് തന്നെയായിരിക്കും. ആ TTR നോക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനാ ജനറൽ കമ്പാർട്ട്മെന്റ് ടിക്കറ്റ് എടുത്ത് എന്തിനാ നിങ്ങൾ സ്ലീപ്പർ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അവർക്ക് ഉത്തരവില്ല. ഞങ്ങൾ അല്ലെങ്കിൽ പറയണം നിങ്ങൾ ഈ വഴി കൂടെ പോവാന്ന്. അല്ല, അവർ ആ വഴി കൂടെ മറ്റേ ഈ നിലവിൽ ഇപ്പോൾ നിൽക്കുന്ന ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതും സ്ലീപ്പർ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അതാ പോലീസുകാർ പറയുന്നത്. നിങ്ങളിപ്പോൾ വീഡിയോ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളത് പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പിന്നെന്താ ആദ്യം ഞാൻ പേടിച്ച് ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് അപ്പൊ എന്നോട് പറഞ്ഞു ആദ്യം ഇവരെ ചോദിച്ചാൽ എന്താ സംഭവം എന്ന് വെച്ച്. അപ്പൊ ആ സംഭവം ചോദിച്ച സമയത്ത് ഞാൻ അങ്ങോട്ട് ഇവരെ കൂട്ടിപ്പോയി. അപ്പൊ എന്താ പറയാ ഒരു സേഫ്റ്റിക്ക് വീഡിയോ എടുക്കാന്ന രീതി ഞാൻ ബേക്കിന്ന് വീഡിയോ എടുക്കാൻ നോക്കിയ സമയത്ത് ഇവനെ ഫ്രണ്ടിൽ ഉണ്ടായി. ഇവരോട് ചോദിച്ചു എന്താ പരിപാടി എന്ന് വെച്ച്. അപ്പൊ പറയാ നമ്മൾ പറഞ്ഞു ഇവിടെ അടിക്കാന്നുള്ള രീതി ചൂടായി. അപ്പൊ പറഞ്ഞു മൈനറാന്ന് പറഞ്ഞു. അതായത് ഇവിടെ മൈനർ ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇവിടെ അതിനുള്ള നിയമവും കാര്യങ്ങളൊക്കെ ജൂനിയൽ ഹോം അതിനുള്ള ജൂനിയൽ ഹോമും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതായത് മൈനറാണെന്ന് എപ്പോഴും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അത് ആര് തെറ്റ് ചെയ്താലും അത് മൈനർ ആയിക്കോട്ടെ, സീനിയർ സിറ്റിസൺ ആയിക്കോട്ടെ, ഇത് 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരായിക്കോട്ടെ, ആര് തെറ്റ് ചെയ്താലും അത് തെറ്റാണ്. അത് ടിക്കറ്റ് ഇല്ലാണ്ട് കമ്പാർട്ട്മെൻറ്റിൽ പോയി കണ്ട കമ്പാർട്ട്മെൻറ്റിൽ പോയി നിങ്ങളുടെ കമ്പാർട്ട്മെൻറ്റ് ആ കമ്പാർട്ട്മെൻറ്റിൽ കയറണം. അത് നിങ്ങൾക്ക് ഒരു ടൈം കൊടുത്തിട്ടുണ്ട്. ആ ടൈം വരാതെ നിങ്ങളുടെ തെറ്റിൽ ഒരിക്കലും വേറൊരാളെ നിങ്ങൾ എന്തുകൊണ്ടാണ് വന്ന സമയം ലേറ്റായി പോയി ചാടി പിടിച്ച് കയറിയ അത് നിങ്ങളുടെ തെറ്റിലെ TTR അയാളുടെ ജോലിയല്ലേ ചെയ്യുന്നത്. ഇന്നോട് എന്തെല്ലാം ചോദിച്ചത് എന്താ മെഡിക്കൽ എടുക്കാനാ? ഈ മമ്മൂനോട് വന്നിട്ട് ഈ ഡ്രഗ്സ് അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ കാര്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ സ്വഭാവം അമ്മാതിരി സ്വഭാവമാണ് നീ കാണിക്കുന്നത്. നിൻ്റെ ഓരോ ഇൻ്റർവ്യൂവിലും അതായത് ആരാണെങ്കിലും ചോദിച്ചു നിൻ്റെ ഇതിൽ അത് നിൻ്റെ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ ഒരു പെങ്കൊച്ചിൻ്റെ ഇതിൽ കുളിസീനെത്തി നോക്കാനാന്ന് പറയുന്നതും ക്യാബിൻ ക്രൂവിൻ്റെ അവിടെ പോയിട്ട് ചായ ആ പരിപാടി കാണിക്കുന്നതും ഇതേപോലത്തെ പരിപാടി കാണിക്കാൻ പറ്റുന്നത് ആരാണെങ്കിലും ചോദിച്ചു. സാധാരണ ഒരു ബുദ്ധിയുള്ള ഒരാളൊരു ഇൻ്റർവ്യൂ എന്ന് പറയത്തില്ല, ആ ബുദ്ധിമോശമാണ് നീ കാണിക്കുന്നത്. അതുകൊണ്ട് അയാൾ ചോദിച്ചെന്നേ ഉള്ളൂ. അതിൽ തെറ്റൊന്നും കാണുന്നില്ല. നീ ആയതുകൊണ്ട് തെറ്റൊന്നും കാണുന്നത് ഞാൻ കാണുന്നില്ല. പുള്ളി പറയുന്നില്ല. എന്താണ് ചങ്ങാന്റെ പേര്? മെഴുകിട്ടാണുള്ളതൊക്കെ. ഒരു പോലീസുകാരുണ്ട് അതിൻ്റെ അത് കൂട്ടത്തിൽ. അതിൻ്റെ കൂടെ TTR ആണ്. അത് ആ TTRനോട് സംസാരിക്കുന്ന രീതിയാണ്. ഇത് ഈ സാധനമൊക്കെ വെച്ച് ഇവന്മാർക്ക് ഇത് അറിയത്തില്ല എൻ്റെ ഗ്രാവിറ്റി എന്താണെന്ന്. അത് ഇവർ തിരിച്ച് അങ്ങോട്ട് ഇവർ ഫയൽ ചെയ്യാൻ പോകുന്ന സമയത്ത് ഇവന്മാർ കടന്ന് മുക്കറി ഓടും. പേടിച്ച തൂറി മെഴുകിയിട്ടുള്ളത് ഒന്നും വിളിച്ചിട്ട് വരുന്നില്ല. ഇവൻ ലൈവ് ഇട്ടിട്ട് ലൈവിൽ എന്തൊക്കെ പറയണേ ചെറുക്കൻ തൂറി മെഴുകിയിട്ടുണ്ടെന്നൊക്കെ. അതായത് ഒരു TTRൻ്റെ അടുത്ത് അത് തൊട്ടടുത്ത് പോലീസുകാരുണ്ട്. അവർക്ക് പെരുമാറാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിട്ടും. അത് ഇതൊന്ന് ഓഫാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിട്ടും. അത് വേറെ കാര്യം. എല്ലാം സ്പ്രേ ഉണ്ടെങ്കിലും എടുത്തോട്ടെ, അടിച്ചോ അത്ര അടിച്ചോ. പറഞ്ഞു ഫൈൻ അടക്കാം, എത്ര ഫൈൻ ആണെങ്കിലും അടക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു പക്ഷെ ആദ്യം അങ്ങനെയല്ല പറഞ്ഞത്. ആദ്യം പേടിപ്പിക്കുന്ന രീതിയിൽ തന്നെ പറഞ്ഞു. ഇവൻ അടിക്കാൻ നോക്കി, നമ്മൾ അടിച്ചാൽ നമുക്ക് സീനൊന്നുമില്ല, മൈനറാണ് ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് ഫൈൻ അടയ്ക്കാനാണെങ്കിൽ എന്നാൽ പിന്നെ നമ്മൾ AC-കാരാണെങ്കിലും സ്ലീപ്പർകാരാണെങ്കിലും ഇതേപോലെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ഞാനിപ്പോൾ എനിക്കിപ്പോൾ തോന്നിയ പോലത്തെ സമയത്ത് ഇപ്പോൾ ഞാനൊരു ജനറൽ കമ്പാർട്ട്മെൻറ്റ് ടിക്കറ്റ് എടുത്തു. ഞാൻ സ്ലീപ്പറിൽ പോയിട്ട് സാറേ ഞാൻ എത്ര വേണമെങ്കിലും ഫൈൻ അടച്ചോളാം എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ടിക്കറ്റ് എടുത്ത് സ്ലീപ്പറിൻ്റെ ടിക്കറ്റ് എടുത്ത് വന്നവന്മാരും എന്താ മണ്ടന്മാരോ. അതായത് നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാഞ്ഞിട്ടല്ല, അതായത് ടിക്കറ്റ് ആ ഇതിൽ ഫുള്ളായതുകൊണ്ടല്ലേ നിലവിൽ നിങ്ങൾക്ക് ടിക്കറ്റ്. എന്തുകൊണ്ടാണ് ടിക്കറ്റ് കിട്ടാത്തത്? അത് ഇവർ ടിക്കറ്റ് തപ്പി വന്നു പക്ഷേ കിട്ടിയില്ല. എന്തുകൊണ്ടാണ് കിട്ടാത്ത? ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട്, സ്ലീപ്പറിന് ടിക്കറ്റ് ഇല്ലാത്ത ആൾക്കാരുണ്ടായതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാഞ്ഞത്. അപ്പോൾ അതേപോലത്തെ സമയത്ത് TTR അപ്ഗ്രേഡ് ചോദിക്കുമ്പോൾ സമയത്ത് ഇല്ലെന്നേ പറയത്തുള്ളൂ. ഈ ഫുള്ളായതുകൊണ്ടല്ലേ കിട്ടാത്തത്. പറഞ്ഞ സമയത്ത് അടിക്കാൻ നോക്കി പേടിപ്പിച്ച് ആ സമയത്ത് നമ്മൾ പ്രൂഫായിട്ട് വീഡിയോ എടുക്കേണ്ട ആവശ്യം വന്നേ. ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ വീഡിയോ എടുക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കാറില്ല. അടിച്ചില്ല, അടിക്കാൻ നോക്കി. അത് നേരത്തെ അടിച്ചു എന്ന് പറഞ്ഞാൽ അടിക്കാൻ നോക്കി, അടിച്ചില്ല, അടിക്കാൻ നോക്കി. അപ്പോഴാണ് വീഡിയോ എടുത്തത്. അങ്ങനെ തെളിച്ച് പറ. നമ്മളെ പ്രൂഫിന് വേണ്ടി നമ്മൾ ലൈവ് എടുത്തില്ല. ഇവിടെ ആദ്യം പറഞ്ഞ് ഒരു കാരണവശാലും വീഡിയോ എടുക്കാൻ പാടില്ല. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ റൂൾസ് ഉണ്ട്, റെയിൽവേന്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു. വക്കീലിനെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞ് ധൈര്യമായിട്ട് വീഡിയോ എടുത്ത് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്ന കാര്യം നമുക്ക്
കണ്ടാ ഇവർക്കൊരു വക്കീലുണ്ട്. ആ വക്കീലിൻ്റെ ഒരു ബലത്തിലാണ് ഇവർ കളിക്കുന്നത്. അത് MRC ഇപ്പോൾ തൊപ്പി പറഞ്ഞ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഡയലോഗുണ്ട്, നിങ്ങൾ എൻ്റെ പിള്ളേരെ വല്ലതും തൊട്ട് കഴിഞ്ഞാൽ വെച്ചേക്കില്ല. ഇതെന്താ ഗുണ്ടാ ഗ്യാങ്ങോ? ഈ MRCയുടെ ഈ ലൈവ് കാണുന്ന ഈ തൊപ്പിയുടെ ലൈവ് കാണുന്ന മിക്കതും ഈ അണ്ടർ 18 ആൾക്കാരാണ്. ഒരു 80% 90% ആൾക്കാരും അണ്ടർ 18 ഇതൊക്കെ നിങ്ങൾ ഈ തൊപ്പിയെ സപ്പോർട്ട് ചെയ്ത് ഇതേപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ എന്താണ്, അതായത് ഇതേപോലത്തെ ഈ പിള്ളേർക്ക് കൊടുക്കുന്നത്, ട്രാൻസ്ഫോം ചെയ്ത് കൊടുക്കുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പിള്ളേർക്ക്? ലൈവിൽ വന്ന് തെറി വിളിക്കാനോ? ഫ്ലൈറ്റ് തിന്നതാ ഓനോട് ചോദിക്കണ്ടേ? ആ പോലീസുകാരും മറ്റവരും ഒക്കെ നല്ല രീതിയിൽ നല്ല മെച്ചുവേർഡായിട്ട് അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ആ സിറ്റുവേഷൻ. അവിടെ ചോറ് കൊടുക്കുന്നുണ്ടാ? നേരത്തെ ചോറ് കൊടുക്കുന്നുണ്ടാ സ്റ്റേഷനിൽ പോണ പോലും? ഈ മമ്മു എന്തുദ്ദേശത്തിലാ അതെന്നെ? ഇത് ആരോട് ഈ സംസാരിക്കുന്നത്? ഒരു TTRനോട് സംസാരിക്കുന്നത്. അത് ഇവൻ എന്താ ടിക്കറ്റ് ഇല്ലാണ്ട് കണ്ട കമ്പാർട്ട്മെന്റിൽ കയറി തോന്നിവാസം കാണിച്ചിട്ട് അയാളുടെ മെക്കിട്ട് കയറുന്നത്. അത് ഇവരെ അടിക്കാൻ പോയി അടിച്ചു എന്നായിരുന്നു ആദ്യം. ഇപ്പൊ അടിക്കാൻ പോയെന്നായി. ശരിക്കും പറഞ്ഞാൽ കേസ് ഫയൽ ചെയ്ത് എല്ലാത്തിനെയും പിടിച്ച് സ്റ്റേഷനിൽ കയറി നല്ല അടി കിട്ടുമ്പോഴത്തേക്കും ഈ സോക്കടങ്ങ് മാറും. മമ്മൂന് ശരിക്കും പറഞ്ഞു ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ ഈ ചെറുക്കനെങ്ങാനും ഇവൻ്റെ കയ്യിൽ ഇപ്പോൾ വെച്ച് ഇവൻ താമസിക്കാണ്ട് ഏതെങ്കിലും ഒരു കേസിൽ പെടും. ആ പെടുന്ന സമയത്ത് ആ പോലീസുകാരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും. ആ സമയത്ത് ഇവന് മനസ്സിലാവും പോലീസിൻ്റെ പവർ എന്താണെന്ന്. സത്യം. അത് ഇയാളൊരു ഗവൺമെന്റ് സെർവൻ്റ് ആണ്. അത് ഗവൺമെന്റിലുള്ള ഒരു ഡ്യൂട്ടിയിലുള്ള ഒരാളെ അടിക്കാൻ പോയെന്ന് പറഞ്ഞ ജസ്റ്റ് ഒരു കേസ് കൊടുത്താൽ മതി. പിന്നെ ഈ വീഡിയോയും മാങ്ങാത്തൂലിയൊന്നും പിടിച്ച് നിന്നിട്ട് കാര്യമില്ല. അത് പിന്നെ ഈ ജയിലിൽ കിടന്നിട്ട് പിന്നെ ഉണ്ടയും തിന്നിട്ട് ഇത് പ്രൂവ് ചെയ്യാനായിട്ടൊരു സമയം എടുക്കും. അതായത് ഇയാളെ അടിച്ചില്ലെന്ന് പറഞ്ഞ് തെളിയിക്കാനുള്ള എവിഡൻസ് ഒന്നും ഇല്ലല്ലോ. ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ നിലവിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിൽ ടിക്കറ്റ് ഇല്ലാണ്ട് നിൽക്കുക, TTR ചോദ്യം ചെയ്തു, അവരുടെ ജോലിയെ തടസ്സപ്പെടുത്തി. ഇത്രയും ഈ സിമ്പിൾ കാര്യം മതി ഇവരെ പെടുത്താനായിട്ട്, വേറൊന്നും വേണ്ട. ഇപ്പോൾ അവർ എടുത്ത വീഡിയോനെ എടുത്തു കൊടുത്തോ. നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഏത് കമ്പാർട്ട്മെൻറ്റിലാണ്? സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിൽ ടിക്കറ്റ് ഉണ്ടോ? ഇല്ല. ആ ഒരു ചെറിയ ഇത് മതി. അവർ മര്യാദയ്ക്ക് പറയുന്നുണ്ട് വേണ്ടാത്ത വള്ളി പിടിക്കണ്ട, പിടിച്ചേ അടങ്ങുള്ളൂ. അറിഞ്ഞല്ലോ അടിക്കാൻ പോയിട്ട് കേസ് കൊടുക്കും. കള്ളക്കേസ് കൊടുക്കുന്നു. നിങ്ങൾ തന്നെ അറിഞ്ഞല്ലോ. കള്ളക്കേസല്ല ശരിക്കും പറഞ്ഞാൽ നിലവിലുള്ള ഇതാ. TTRനെ ആക്രമിച്ചൊന്നുമല്ല, ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്താൽ മതി. അതായത് TTRന്റെ ഡ്യൂട്ടി ചെയ്യാനായിട്ടുള്ള ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്താലും മതി. അടിച്ചെന്ന് പറഞ്ഞ കേസ് വേണ്ട. ഇവിടെ റെയിൽവേ പോലീസുണ്ട്, എന്നിട്ടാണ് ഈ വർത്താനം പറയുന്നത്. അതായത് പറയുന്ന വർത്താനം നിങ്ങൾ ലൈവാണ്, കുറേ പേര് കാണുന്നതാണ്, പിള്ളേരുൾപ്പെടെ കാണുന്നതാണ്. അതിൻ്റെ ഒരു മര്യാദ ആ ചെറുക്കനില്ല. ആ ജാസി എന്ന് പറഞ്ഞ ചെറുക്കന് കുറച്ചും കൂടെ കൂട്ടത്തിൽ വിവരമുള്ള ആ ചെറുക്കന് മാത്രമേ ഉള്ളൂ. അവൻ സംസാരിക്കുക, അവൻ മര്യാദയ്ക്ക് ഡീസൻ്റായിട്ട് സംസാരിക്കുന്നത്. അവൻ സംസാരിക്കുന്ന പകരം ഈ വ്യാളി ഇടയ്ക്ക് കയറി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവനാണ് ഇവനെ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഇതിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ മര്യാദയ്ക്ക് നല്ല രീതിയിൽ തൊപ്പിയുടെ ലൈവ് കാണാൻ പറ്റും. ഇവനാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ, ഈ മമ്മു എന്ന് പറഞ്ഞ. ഡ്യൂട്ടി അടിക്കാൻ വരുത്താം, മൈനർ അടിക്കാൻ വരുത്താം. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ പറഞ്ഞ പുള്ളിക്കാരൻ നല്ല വ്യക്തമായി പറഞ്ഞത് സെൻട്രൽ ഗവൺമെൻറ് ഓഫീസറിൻ്റെ ഡ്യൂട്ടിയാണ് നിങ്ങൾ തടസ്സപ്പെടുത്തിയത്. വ്യക്തമായി പറഞ്ഞു. ടിക്കറ്റ് ഇല്ലാണ്ട് ഒരു സ്ഥലത്ത് കയറിയിട്ട് അയാളുടെ ഡ്യൂട്ടിയും തടസ്സപ്പെടുത്തിയിട്ട് പിന്നെ ഇതേപോലെ ലൈവ് വന്നിട്ട് ഇതേപോലെ, അതായത് ആ റെയിൽവേ പോലീസ് നിൽക്കുന്ന സമയത്ത് ഇത് ഓരോ തെറിയും പറയുന്നത്. ഇപ്പൊ കൈ പിടിച്ചില്ലേ? ഇപ്പൊ കൈ പിടിച്ചല്ലോ. വീട് ഉണ്ട് സാറേ, വീട് ഉണ്ട്. ആ സാർ പോയി, ഒന്ന് പോയി. പിന്നെ ഇതേപോലെ വീഡിയോ എടുക്കുന്ന സമയത്ത് അതായത് ഒരാളുടെ കൺസേൺ ഇല്ലാണ്ട് വേറൊരാളുടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അത് ഇന്ത്യൻ നിയമത്തിലുള്ളതാണ്. അതായത് അയാളുടെ കൺസേൺ ഇല്ലാണ്ട് അയാളുടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്കിപ്പോൾ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള വീഡിയോ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് കാണിച്ചുകൊണ്ട് ഇങ്ങനെ, അതായത് നമ്മുടെ ക്യാമറ നമ്മുടെ ഫേസിലോട്ടായിരിക്കണം, അങ്ങനെ വേണം ഇതെടുക്കാനായിട്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കാണണം ആ വീഡിയോ എടുക്കുന്ന ആരാണെങ്കിലും.
ഇതിൽ കൂടുതൽ മര്യാദയ്ക്ക് എങ്ങനെ ഞാൻ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്ന സമയത്ത് അന്നത്തെ പോലീസ് ഇത്രയും നല്ല കാമായിട്ട് ആ പോലീസുകാർ റെയിൽവേ പോലീസുകാരും എല്ലാവരും നല്ല കാമായിട്ട് സംസാരിക്കും. ആ പോലീസുകാർ നീ മമ്മു പറഞ്ഞ തെറിയൊക്കെ അവർ കേട്ടോണ്ടിരിക്കുന്നത്, അത് ഇവർ കേട്ടോണ്ടിരിക്കുന്നതിന് ഒരു അർത്ഥമുണ്ടല്ലോ. മറ്റേ പോലീസുകാരനും ഈ ബോഡി ക്യാം വെച്ചുകൊണ്ടിരിക്കുന്നത്, അത് നിങ്ങളീ പറയുന്നത് നിങ്ങൾക്ക് മാത്രമല്ല, ആ പുള്ളിക്കാരൻ്റെ നെഞ്ചത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഒരു ബോഡി ക്യാം ഉണ്ടായിരുന്നു. ആ ബോഡി ക്യാം വെച്ച് പുള്ളിക്കാരനെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വക ഒരു പണി നിങ്ങൾക്ക് എന്തായാലും കിട്ടും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.